നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിൻ്റെ അടുത്ത ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മൾ കാമേശബദ്ധ മാംഗല്യ സൂത്ര ശോഭിത കന്ധര അതുവരെയാണ് എടുത്തിട്ടുള്ളത്. അടുത്ത നാമം തുടങ്ങുന്നത് കനകാംഗതകേയൂരകമനീയ ഭുജാന്വിത രത്നഗ്രൈവയ ചിന്താകലോല മുക്ത ഫലാന്വിത കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തനീ നാഭ്യാലവാലരോമാളീലതാഫലകുജദ്വയേ ലക്ഷ്യരോമലതാധാരതാ സമുന്നേയ മധ്യമാ സ്തനഭാരദളന്മധ്യാപട്ടബിന്ധവലിത്രയാ അരുണാരുണകൗസുംഭവസ്ത്രഭാസ്വത്കടീതടീ രത്നകിങ്കിണികാരമ്യരശനാദാമഭൂഷിത. ഇനി നമുക്ക് ഓരോ നാമത്തിൻ്റെയും അർത്ഥം നോക്കാം. കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത. കനക അംഗത കേയൂര, കനകാംഗത കേയൂര കമനീയ ഭുജ അന്വിത. കനകാംഗതം, അംഗതം വെച്ചാൽ അംഗതം എന്ന് പറഞ്ഞാൽ തോൾവള. കനകം എന്ന് വെച്ചാൽ സ്വർണം, സ്വർണം കൊണ്ടുള്ള തോൾവളയും കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത. കനക അംഗത കേയൂര, കേയൂരം എന്ന് പറഞ്ഞാൽ കൈകളിലൊക്കെ അണിയുന്ന ആഭരണങ്ങളെയാണ് കേയൂരം എന്ന് പറയുന്നത്. അപ്പം കനക അംഗത കേയൂര, തോൾവളയും സ്വർണം കൊണ്ടുള്ള തോൾവളയും കൈകളിൽ അണിയുന്ന ആഭരണങ്ങളും അണിഞ്ഞ് കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത, കമനീയമായിട്ടുള്ള ഭുജത്തോട് കൂടിയവൾ. അതാണ് അംഗതവും തോൾവളയും കൈകളിൽ ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞിട്ട് മനോഹരമായ ഭുജത്തോട് കൂടിയുള്ളതാണ് കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത. അടുത്ത വരിയോ രത്നഗ്രൈവേയ ചിന്താകലോലമുക്ത ഫലാന്വിത. രത്നഗ്രൈവേയ ചിന്താക ലോല മുക്താഫലാന്വിത. രത്നഗ്രൈവേയം, രത്നം പതിച്ച കഴുത്തിൽ, ഗ്രൈവേയം എന്ന് വെച്ചാൽ കഴുത്ത്, ഗ്രീവം കഴുത്ത്, ഗ്രൈവേയം. രത്നഗ്രൈവേയ ചിന്താകം, ചിന്താകം എന്ന് പറഞ്ഞാൽ പതക്കം, രത്നങ്ങളൊക്കെ പതിച്ച പതക്കവും. രത്നഗ്രൈവേയ ചിന്താക ലോല, ഇളകുന്ന മുക്താഫല അന്വിത. മുക്താഫലം എന്ന് പറഞ്ഞാൽ ഇളകുന്ന കഴുത്തിൽ അണിയുന്ന മുത്തുകളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ആഭരണം. അപ്പം രത്നങ്ങൾ പതിച്ച കഴുത്തിൽ രത്നപതക്കങ്ങളും ഇളകുന്ന മുത്തുകളും ചേർന്ന ആഭരണങ്ങളൊക്കെ ധരിച്ച് മനോഹരിയായിരിക്കുന്നുള്ളതാണ് രത്നഗ്രൈവേയ ചിന്താക ലോല മുക്താഫല അന്വിത. അടുത്തതോ കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി. കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി, അതായത് കാമേശ്വരന്റെ പ്രേമരത്നങ്ങൾക്ക് പകരം കൊടുക്കുന്ന, കാമേശ്വര പ്രേമരത്ന പ്രതിപണം, പ്രതിപണം വെച്ചാൽ അതിന് പകരമായിട്ട് പ്രതിപണ സ്തനി, തൻ്റെ സ്തന്യം കൊടുക്കുന്നവൾ. അതായത് ഇവിടെ കാമേശ്വരനെ ഇത് അമ്മ എന്ന് പറയുന്ന മാതൃത്വം, അല്ലെങ്കിൽ അത് ലോകമാതാവാണ് അമ്മ. അപ്പം ഇവിടെ കാമേശ്വരനെ അമ്മയിൽ നിന്ന് ഉത്ഭവിച്ച മക്കളുടെ വാത്സല്യത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പം ഒരു അമ്മ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത് അവരുടെ സ്തന്യമാണ്. ആ സ്തന്യം കൊടുത്തിട്ടാണ് മക്കളെ വളർത്തുന്നത്. ഇവിടെ അമ്മയുടെ പ്രപഞ്ചത്തിൻ്റെ പരാശക്തി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ദേവതയായിട്ടാണ് നമ്മളിവിടെ ലളിതാ സഹസ്രനാമത്തിലുടനീളം നമ്മൾ കാണുന്നത്. അപ്പം പ്രപഞ്ചത്തിൻ്റെ മാതൃത്വം എന്ന് പറയുന്നത് ആ പ്രപഞ്ചത്തിൻ്റെ, അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങളൊക്കെയാണ്, ഫലങ്ങളും ആ പ്രപഞ്ചത്തിൻ്റെ സ്തന്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം നൽകുന്ന ഭുജങ്ങൾ, അതിൻ്റെ ഫലങ്ങളാണ്. അപ്പം അതിനെയാണ് ഇവിടെ കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി. സ്തന്യം, മുലപ്പാൽ, അമ്മയുടെ മുലപ്പാൽ നൽകുന്നത് പോലെ തന്നെയാണ് പ്രകൃതി നമ്മൾക്ക് ആ പ്രകൃതിയുടെ ഫലങ്ങളൊക്കെ നൽകുന്നത്. അപ്പം മാതൃസ്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാതൃസ്തന്യം, വാക്ക്, ചിന്ത, പ്രവൃത്തി മുതലായ എല്ലാത്തിനെയും വളർത്തുന്നതാണ് അമ്മയുടെ സ്തന്യം എന്ന് പറയുന്നത്. അമ്മയുടെ മുലപ്പാൽ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ വാക്ക്, ചിന്ത, പ്രവൃത്തി ഒക്കെ ഇവയിലെ സൂക്ഷ്മമായിട്ടുള്ള ഋതങ്ങളാണ് നമ്മുടെ ഈ സൃഷ്ടിയെ നിലനിർത്തുന്നത്. പ്രകൃതിയുടെ സൃഷ്ടി നടത്തുന്നത് വാക്ക്, ചിന്ത, പ്രവൃത്തി. അപ്പം അതിനെ നൽകുന്നത്, ആ യജ്ഞത്തിൻ്റെ ബീജം നിറഞ്ഞതാണ് ദേവിയുടെ സ്തന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ഥൂലവും സൂക്ഷ്മവുമായ പ്രകൃതി നിയമത്തെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അതാണ് കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി. അടുത്തത് നാഭ്യാലവാലരോമാളീലതാഫല കുജദ്വയേ.
നാഭ്യാലവാല രോമാളി ലതാഫലകുജദ്വയേ. നാഭി അതായത് പൊക്കിൾ കുഴിയിലെ തടം, അതാണ് നാഭ്യാലവാലം. അമ്മയുടെ പൊക്കിൾ കുഴിയിലെ ആ തടത്തിൽ ഉണ്ടാകുന്ന രോമക്കൂട്ടം, അതാണ് രോമാളി. രോമാളി ലത, രോമമാകുന്ന ആ ലതയിൽ ഉണ്ടാകുന്ന ഫലമാണ് അമ്മയുടെ കുജം അല്ലെങ്കിൽ സ്തനദ്വയങ്ങളായിട്ട് ഇവിടെ പറയുന്നത്. അതും പ്രകൃതിയിൽ ഉണ്ടാകുന്ന എല്ലാ ഫലങ്ങളെയും പ്രകൃതി മാതാവാകുന്ന അമ്മയുടെ സ്തനമായും അതിൽ നിന്നൊഴുകുന്ന സ്തന്യമായും ഒക്കെയാണ് ലളിതാ സഹസ്രനാമം പറയുന്നത്. പ്രകൃതിയെ തന്നെ ഒരു അമ്മയായിട്ടാണ് ഇവിടെ വിവരിക്കുന്നതാണ്. നാഭ്യാലവാല രോമാളി ലതാഫല കുജദ്വയേ. നാഭിയിൽ നിന്നും ഉയർന്നു വരുന്ന രോമകൂട്ടങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഫലങ്ങളെ പോലെയാണ് അമ്മയുടെ സ്തനം. എത്ര മനോഹരമായ ഒരു വിവരണമാണെന്ന് ആലോചിച്ചു. പ്രകൃതിയെ എത്ര മനോഹരമായിട്ട് നമ്മുടെ ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പം ദേവിയുടെ നാഭി എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണ് എന്നൊക്കെ പറയും. അപ്പം മാതാവിന്റെ സ്തനവും സ്തന്യവുമാണ്, അല്ലെങ്കിൽ പ്രകൃതി തരുന്ന പ്രകൃതിയുടെ ഫലങ്ങളാണ് നമ്മളുടെ എല്ലാം ജീവനും നമ്മുടെ വാക്കിനും നമ്മുടെ ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഒക്കെ ആധാരം എന്നുള്ള വലിയൊരു വേദാന്ത സത്യമാണ് നമ്മൾ ഈ നാമത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തതോ, ലക്ഷ്യ രോമലത ആധാരത സമുന്നേയ മധ്യമ. ലക്ഷ്യ രോമലത ആധാരത സമുന്നേയ മധ്യമ. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാവുന്ന ആധാരത. ആധാരം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം. ഈ രോമലതകൾക്കൊക്കെ അടിസ്ഥാനമായിട്ട് ലക്ഷ്യ രോമലത ആധാരത സമുന്നേയ മധ്യമ. അവിടെ തന്നെ സമുന്നേയ നമുക്ക് ഊഹിക്കാവുന്നതായ ഒരു അരക്കെട്ട് അമ്മയ്ക്കുണ്ട്. അത് അമ്മയുടെ ഇടുങ്ങിയ അരക്കെട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് കാണാവുന്ന രോമലതയ്ക്ക് അടിസ്ഥാനമായിട്ട് ഒരു ഒതുങ്ങിയ അരക്കെട്ട് അമ്മയ്ക്കുണ്ട്. അതാണ് ലക്ഷ്യ രോമലത ആധാരത സമുന്നേയ മധ്യമ. മധ്യമ എന്ന് വെച്ചാൽ അമ്മയുടെ അരക്കെട്ടിനെയാണ് പറയുന്നത്. സ്തനഭാര ദളൻ മധ്യ പട്ടബന്ധ വലിത്രയ. സ്തനഭാര, സ്തനത്തിന്റെ ഭാരം കൊണ്ട് ദളൻ മധ്യ. ദളൻ എന്ന് വെച്ചാൽ ദൗർബല്യമായി പോയതോ അല്ലെങ്കിൽ ഒടിഞ്ഞു പോയതോ അല്ലെങ്കിൽ ആ സ്തനത്തിന്റെ ഭാരം കൊണ്ട് വീണുപോയ അല്ലെങ്കിൽ ഒടിഞ്ഞു പോയ എന്നാണ് ദളത്തെന്ന് വെച്ചാൽ ഒടിയുന്ന എന്നാണ്. സ്തനഭാര ദളൻ മധ്യഭാഗത്ത് മധ്യ പട്ടബന്ധവലിത്രയ. പട്ടബന്ധമുറപ്പിച്ചതുപോലെയുള്ള വലി എന്ന് വെച്ചാൽ ഞൊറിവുകളെയാണ് പറയുന്നത്. അപ്പൊ അമ്മയുടെ വയറിലെ ആ ഞൊറിവിനെ വലിത്രയ, ത്രയം എന്ന് പറഞ്ഞാൽ 3. അപ്പൊ അമ്മയുടെ സ്തനത്തിന്റെ ഭാരം കൊണ്ട് ഒടിഞ്ഞു പോയതാണോ എന്ന് തോന്നിക്കുമാറ് പട്ടബന്ധം ഉറപ്പിച്ചതുപോലെ അമ്മയുടെ വയറിൽ കാണുന്ന 3 ഒടിവുകൾ. അപ്പോൾ ഒരു സ്ത്രീയെ എങ്ങനെ തന്നെ പ്രകൃതി ആയിട്ട് തന്നെ നമ്മൾക്ക് കാണുകയാണ്. ഒരു പ്രകൃതിയുടെ ഓരോ എന്താ പറയുന്നത്, അതിൻ്റെയൊക്കെ ഓരോ ചേഞ്ചിനെ കുറിച്ചുമാണ് ഈ നമ്മളോട് ലളിതാ സഹസ്രനാമം പറയുന്നത്. പ്രകൃതിയെ അങ്ങനെ തന്നെ ഒരു അമ്മയായിട്ട് കണ്ട് അമ്മയുടെ അംഗപ്രത്യംഗമായിട്ട് വിവരിക്കുകയാണ്. സ്തനഭാരദളൻ മധ്യ പട്ടബന്ധ വലിത്രയ. സത്വരജോ തമോ ഗുണങ്ങളെയാണ് ഈ വലിത്രയമായിട്ട് പറയുന്നത് എന്ന് ചില ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത്, അരുണാരുണ കൗസുംഭ വസ്ത്ര ഭാസ്വത് കടീതടി. അരുണ അരുണ അരുണാരുണ അരുണ 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 എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. പിന്നൊരു അരുണ കൂടെ വരുമ്പോൾ കടും ചുവപ്പ്. അപ്പൊ അരുണ അരുണ കൗസുംഭ വസ്ത്രം. കൗസുംഭ എന്ന് പറഞ്ഞാൽ ഒരു കുയുമ്പച്ചെടി എന്നൊക്കെ പറയും. ദരിദ്രം നല്ല ചുവപ്പ് നിറമുള്ള കായ്കളൊക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയെ കുറിച്ചാണ് പറയുന്നതെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു അറിവാണുള്ളത്. കുയുമ്പച്ചെടി, അതായത് വളരെ കടുത്ത നിറമുള്ള കുയുമ്പച്ചെടിയുടെ ആ ചെടിയുടെ അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത് കടീതടി. ആ ചെടിയുടെ ചാറിൽ നിന്നെടുത്ത അല്ലെങ്കിൽ ആ ചെടിയിൽ നിന്നുണ്ടാകുന്ന കായയുടെ ചാറിൽ മുക്കിയ വസ്ത്രം. അപ്പൊ അത്ര നല്ല ചുവന്ന വസ്ത്രമായിരിക്കും. ആ വസ്ത്രം കൊണ്ട് കടീതടി, അമ്മയുടെ കടിപ്രദേശം അല്ലെങ്കിൽ നാഭി പ്രദേശം അലങ്കരിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ കുയുമ്പച്ചാറിൽ അല്ലെങ്കിൽ ആ കുയുമ്പപ്പൂവിന്റെ ചാറിൽ മുക്കിയ വസ്ത്രം കൊണ്ട് ശോഭിക്കുന്ന ചുവന്ന
ആ ചുവന്ന വസ്ത്രം കൊണ്ട് മൂടപ്പെട്ട അല്ലെങ്കിൽ ആ ചുവന്ന വസ്ത്രം കൊണ്ട് ശോഭിക്കുന്ന അരക്കെട്ടോട് കൂടിയവൾ. അതാണ് ഈ ചുണ്ട. നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ പറയും, ചുണ്ട എന്ന് പറയുന്നൊരു ചെടിയെ കുറിച്ച് പറയുന്നുണ്ട്. ചുണ്ട പോലെയൊക്കെ ഉള്ള ഒരു ചെടിയുടെ പൂവാണ് കുയിമ്പ പൂവെന്നൊക്കെ പറയും. അത് ഞാനിങ്ങനെ വായിച്ച് ഉള്ള അറിവാണ് എനിക്കുള്ളത്. അടുത്തതോ രത്ന കിങ്കിണിക രമ്യ രശന ദാമ ഭൂഷിത. രത്ന കിങ്കിണിക രമ്യ രശന ദാമ ഭൂഷിത. രത്ന കിങ്കിണിക. കിങ്കിണിക എന്ന് പറഞ്ഞാല് കിങ്ങിണി മണികൾ, കിലുങ്ങുന്ന കിങ്ങിണി മണികൾ. രമ്യമായിട്ടുള്ളത് എന്ന് വെച്ചാൽ മനോഹരമായിട്ടുള്ള. ദാമം കിങ്കിണിക. രശന. രശന എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് 16 ഇഴയുള്ള ഈ അരഞ്ഞാൺ. അപ്പൊ ആ രശന ദാമ ഭൂഷിത, ആ അരഞ്ഞാണിനെ കെട്ടുന്ന ദാമം, ആ ചരട്, അതായത് രത്നകിങ്കണികളൊക്കെ ചേർത്ത് വെച്ച സുന്ദരമായ അരഞ്ഞാണിനെ ആ അരഞ്ഞാണിന്റെ ചരടുകൊണ്ട് അലങ്കൃതമായവൾ. അതാണ് രത്ന കിങ്കിണിക രമ്യ രശനാദാമ ഭൂഷിത. രത്ന കിങ്കിണിക എന്ന് വെച്ചാൽ രത്നമണികൾ കോർത്ത അല്ലെങ്കിൽ കിളിങ്ങുന്ന രത്നമണികൾ ചേർത്ത, കിങ്ങിണി മണികൾ ചേർത്ത എന്നാണ്. കിങ്ങിണി മണികൾ ചേർത്ത രശന ദാമ ഭൂഷിത. രശനം എന്ന് വെച്ചാൽ 16 ഇഴയുള്ള അമ്മയുടെ പുറമെ ഇടുന്ന അരഞ്ഞാണിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ആ അരഞ്ഞാണിനെ കോർക്കുന്ന ചരടിനെയാണ് രശനാദാമം എന്ന് പറയുന്നത്. രശനാദാമ ഭൂഷിത. അതിനോട് ആ ചരട് അണിഞ്ഞിട്ട് ഭൂഷിതയായിരിക്കുന്നവൾ. അപ്പം അമ്മയുടെ അരഞ്ഞാൺ ചരട് വരെ എത്ര വളരെ കൃത്യമായിട്ടാണ് ലളിതാ സഹസ്രനാമം പറയുന്നതെന്ന് ആലോചിക്കും. അപ്പം നമ്മൾ ചൊല്ലുമ്പോൾ ഈ അർത്ഥം കൂടി നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരമ്മ എന്ന സത്യത്തെ ആ രൂപത്തിൽ തന്നെ നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം എപ്പോഴും അർത്ഥമറിഞ്ഞ് നമ്മൾ ചൊല്ലുമ്പോഴാണ് അതിന് ഭയങ്കരമായ ഒരു ഇമ്പാക്റ്റ് നമ്മളിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. വെറുതെ നമ്മളിങ്ങനെ എവിടെ നിർത്തണം, എന്താർത്ഥം ഒന്നും അറിയാതെ ചൊല്ലിക്കൊണ്ട് പോയാൽ നമുക്കിത് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത് നിശ്ചയമായിട്ടും നമ്മൾ ഇതിൻ്റെ അർത്ഥം പഠിക്കണമെന്ന് പറയുന്നത്. ഇനിയുള്ള നാമങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. നന്ദി.